ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ആൻഡ് സ്പീച്ച്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു സ്കിൻ ബ്രൈറ്റ് ടിപ്പാണ് പറഞ്ഞുതരാൻ പോകുന്നത്. പറഞ്ഞുതരാൻ മാത്രമല്ല, കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു സാധനമാണ് വേണ്ടത്. ഇതാണ് പൊട്ടറ്റോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് ടിപ്പ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് ഒരു വിശേഷം പറയാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി 4000 വാച്ച് അവർ ആവാനായിട്ട് കുറച്ചും കൂടി ഉള്ളൂ കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും. അപ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു കഷ്ണം മതി കേട്ടോ. ചെറിയ കഷ്ണം എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ നീര് കുറച്ച് കിട്ടും. അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങളൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ നീര് കിട്ടും. അപ്പോൾ രണ്ടാമത് അരിച്ചെടുത്തപ്പോൾ കുറച്ചും കൂടി നീര് കിട്ടി, വെള്ളം ചേർത്ത് അരിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസൊക്കെ നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസിലിപ്പോൾ ഒന്നുമില്ല, മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. ലിപ്സ്റ്റിക്കും കൺവെൻഷനൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഫേസിൽ ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നല്ലപോലെ ക്ലെൻസ് ചെയ്തതാണ്. അപ്പോൾ ഇട്ട് കൊടുക്കാം. കോട്ടൺ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് ഒന്ന് ഫേസിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യുക. എനിക്കിപ്പോൾ പഞ്ഞില്ലാത്തപ്പോൾ ഞാൻ കൈ വെച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുകയും അതുമല്ല ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ സൺ ടാൻസ് ഒക്കെ ഇല്ലേ, സൺ ടാൻ കൊണ്ടുണ്ടാകുന്ന ഡാമേജും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവാനൊക്കെ നല്ലതാണിത്. ഈ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത്. നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കിത് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുക, എന്നാലേ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് ഫേസിൽ വെക്കുക. അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. തേച്ച് ഉടനെ അതിനൊന്നും വെളുക്കത്തില്ല കേട്ടോ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ വെളുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ഞാനൊരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നല്ലൊരു വ്യത്യാസത്തിന് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ചെയ്ത് നോക്കുക, കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഈ പൊട്ടറ്റോ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ബ്രൈറ്റ് ആവുന്നതെന്ന് എനിക്കറിയണ്ടേ. ഈ പൊട്ടറ്റോയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ കൂടിയാണ് നമ്മൾ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ആക്നെ മാർക്സ്, ബ്ലെമിഷസ്, പിന്നെന്താണ് സ്കിൻ ബേൺ, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 4000 വാച്ച് അവറും കൂടി കംപ്ലീറ്റ് ആവണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.